എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ഓൺലൈൻ ക്വിസ് മത്സരം ഒരു ആപ്പിൻ്റെ സഹായത്തോടുകൂടി തയ്യാറാക്കുക എന്നുള്ളതും ആപ്പിൻ്റെ സഹായമില്ലാതെ ഇത്തരം ക്വിസ് മത്സരത്തിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഹൂട്ട് എന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും കഹൂട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. കഹൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. നെക്സ്റ്റ് കൊടുക്കാം. ഇങ്ങനെ കാണുന്ന ഇൻ്റർഫേസിൽ ടീച്ചർ, സ്റ്റുഡൻറ്റ്, പ്രൊഫഷണൽ, പേഴ്സണൽ എന്ന് കാണാം. ചോദ്യങ്ങൾ തയ്യാറാക്കാനായി നമുക്ക് ടീച്ചർ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യാം. വർക്ക് പ്ലേസ് ആണ് ചോദിച്ചത്, ഞാനിപ്പം അതർ കൊടുക്കുകയാണ്. സൈനപ്പ് കൊടുക്കാം. നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വഴിയോ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വഴിയോ നമുക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ മേ ബി ലേറ്റർ കൊടുക്കാം. അങ്ങനെ നമ്മൾ കഹൂട്ടിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു. കഹൂട്ടിൻ്റെ ഇൻ്റർഫേസ് ആണിത്. ഇവിടെ മുകളിൽ ഇടത് ഭാഗത്ത് ആയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ നെയിമും പ്രൊഫൈൽ പിക്ചറും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാം. അതിനുശേഷം സേവ് കൊടുക്കാം. ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇതിന് വലതുവശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ്, ഇതിന് മ്യൂസിക് വേണോ, സൗണ്ട് എഫക്റ്റ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെയാണ് ഇതിൻ്റെ സൈൻ ഔട്ടും ഉള്ളത്. ഇനി നമുക്ക് ചോദ്യാവലി തയ്യാറാക്കാനായി ക്രിയേറ്റ് കഹൂട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട ഒരു കവർ ഇമേജ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കവർ ഇമേജ് ഇവിടെ ആഡ് ചെയ്യാണ്. ഫോൺ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യാം. എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്വിസ് മത്സരം എന്നുള്ളതാണ് ഇവിടെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് കൊടുത്തു. ഇവിടെ വിസിബിൾ ടു എവരി വൺ എന്ന് കാണാം. ഇവിടെ താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൺലി മീ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെയുണ്ട്. ഇവിടെ എവരി വൺ കൊടുക്കുന്നു. ഇനി നമുക്ക് ചോദ്യാവലിയിലേക്ക് പോവാം. ആഡ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ക്വിസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ചോദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യമായിട്ട് ഞാൻ വാഗൺ ട്രാജഡി നടന്ന വർഷം, അതിന് 4 ഉത്തരങ്ങൾ നമ്മളിവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1921. ഈ ശരി ഉത്തരമാണെങ്കിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് ആദ്യമേ നമ്മളിവിടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ കറക്റ്റ് ആൻസർ എന്നുള്ള ഭാഗം ഓണാക്കി വെക്കുക. അപ്പോൾ 1921 കറക്റ്റ് ആൻസർ. 4 ഓപ്ഷനും കൂടെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇവിടെ മുകളിലായി കാണുന്ന 20 സെക്കൻഡ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള സമയം ഇവിടെ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ വലതുവശത്ത് താഴെയായി കാണുന്ന പ്ലസ് ബട്ടണിൽ അമർത്തുക. ഇവിടെ മുകളിലായി നിങ്ങൾക്ക് സെർച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫാൾട്ടായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യാവലിയിലേക്ക് കൊണ്ടുവരാനുള്ള എളുപ്പ വഴിയാണ്. ഇവിടെ ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഇത് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇതിൽ വലതുവശത്ത് കാണുന്ന ഈ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കഹൂട്ടിലേക്ക് പേസ്റ്റ് ആവുന്നതാണ്. താഴെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യമായിട്ട് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് മുംബൈ, ബാംഗ്ലൂർ, ന്യൂഡൽഹി നമുക്ക് ഒരു പച്ച ടിക്ക് കൂടെ കാണാം. അതാണ് ശരിയായ ഉത്തരം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണത്. അടുത്ത ചോദ്യം തയ്യാറാക്കാം. പ്ലസ് ബട്ടൺ അമർത്തുക. ക്വിസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. മുകളിൽ ടാപ്പ് ടു ആഡ് മീഡിയ എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. ക്യാമറ, ഫോട്ടോസ്, ഇമേജ് ലൈബ്രറി, വീഡിയോസ്, ഓഡിയോ എന്നുള്ളത്. ഒരു വീഡിയോ ക്ലിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ആ വീഡിയോ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ ഫോട്ടോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്നും നമുക്ക് ഒരു ചിത്രം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ക്യാമറ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഈ ചോദ്യത്തിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഫോട്ടോസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു.
അതിൽ ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ കൊടുക്കുന്നു. മുകളിൽ കാണുന്ന സേവ് ബട്ടൺ അമർത്തുക. ഇവിടെ ചോദ്യം തയ്യാറാവുന്നു. താഴെ 4 ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശരി ഉത്തരം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ക്വിസ് മത്സരത്തിന് ആവശ്യമായ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കാം. ഞാനിവിടെ 10 ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കുകയാണ്. അങ്ങനെ നമ്മൾ 10 ചോദ്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. അതിനുശേഷം മുകളിൽ ഇടതുവശത്ത് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തായി സേവ് ബട്ടൺ കാണാം. സേവ് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ താഴെയായി നമ്മൾ തയ്യാറാക്കിയ ക്വിസ് മത്സരം കാണാവുന്നതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഈ ചോദ്യാവലി ഇവിടെ നിന്നും എന്തെങ്കിലും ആവശ്യമായ തിരുത്തുകൾ വരുത്താവുന്നതാണ്. ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി മത്സരാർത്ഥികൾക്ക് നൽകേണ്ട ലിങ്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഷെയർ ബട്ടൺ കാണാവുന്നതാണ്. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലിങ്ക് നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ സഹിതം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എവിടെ നിന്നാണ് മത്സരാർത്ഥികൾക്ക് അയച്ചു കൊടുക്കേണ്ട ലിങ്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അസൈൻ ചലഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മത്സരം അവസാനിക്കേണ്ട സമയവും തീയതിയും സെറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയായി പ്ലെയർ ലിമിറ്റ് 50 എന്ന് കാണാം. അതിന് കാരണം ഈ ആപ്ലിക്കേഷൻ്റെ ഫ്രീ വേർഷനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പ്ലെയർ ലിമിറ്റ് 100 എന്നായിരുന്നു കാണിച്ചിരുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പെയ്ഡ് വേർഷനിൽ 2000 ആളുകളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്വിസ് മത്സരം സംഘടിപ്പിക്കാവുന്നതാണ്. മത്സരാർത്ഥികൾക്ക് ഓരോ ചോദ്യത്തിൻ്റെയും സമയം കാണിക്കുന്നതിന് വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ടൈമർ എന്നൊരു ഓപ്ഷൻ ഉള്ളത്. താഴെയായി കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലിങ്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. മത്സരാർത്ഥികൾക്ക് വാട്സപ്പ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് വഴിയോ ഈ മുകളിൽ കാണുന്ന പിൻ നമ്പർ ഉപയോഗിച്ചോ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് എങ്ങനെ ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം എന്നുള്ളത് കൂടി നോക്കാം. ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ഈ കഹൂട്ട് എന്ന ആപ്ലിക്കേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് മുൻകൂട്ടി തന്നെ പറയട്ടെ. ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി വാട്സപ്പിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി നമുക്ക് ഈ മത്സരത്തിലേക്ക് കടക്കാവുന്നതാണ്. ഞാനിവിടെ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്. താഴെ കാണുന്ന എൻ്റർ നിക്ക് നെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ പേര് അതിൽ എൻ്റർ ചെയ്യുകയും ചെയ്യുക. തൊട്ടടുത്തായി കാണുന്ന ഓക്കെ ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നേരെ മത്സരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം. തൊട്ടടുത്തായി നമുക്ക് 20 സെക്കൻഡ് താഴെ നമുക്ക് സമയം പോയിൻ്റ് കുറഞ്ഞു വരുന്നതായി കാണാം. നമുക്ക് ഉത്തരത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് ബട്ടൺ എപ്പോഴാണോ നമ്മൾ പ്രസ് ചെയ്യുന്നത് അടുത്ത 20 സെക്കൻഡ്, അടുത്ത ചോദ്യത്തിനുള്ള 20 സെക്കൻഡ് ആ സമയം മുതലാണ് സ്റ്റാർട്ട് ആവുക. ഇവിടെ മത്സരം അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര പോയിൻ്റാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ചോദ്യത്തിനും ഉത്തരം ക്ലിക്ക് ചെയ്യാനെടുക്കുന്ന സമയത്തിനനുസരിച്ച് നമ്മുടെ പോയിൻ്റ് കുറഞ്ഞു വരുന്നതായിരിക്കും. കഹൂട്ട് പോലുള്ള നിരവധിയായ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത്തരം ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കാവുന്നതാണ്. കഹൂട്ട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ക്വിസ് മത്സരം തയ്യാറാക്കേണ്ടത് എന്നും എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ പോലും ഉപയോഗിക്കാതെ
ഈ രീതിയിൽ തയ്യാറാക്കുന്ന ഓൺലൈൻ ക്വിസ് മത്സരങ്ങളിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ.